നമസ്കാരം, ഞാൻ ബൈജു നായർ. എനിക്ക് എപ്പോൾ കണ്ടാലും വാങ്ങിക്കാൻ തോന്നുന്ന ഒരു വാഹനത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അതിൻ്റെ പേര് ഫോഴ്സ് അർബേനിയ എന്നാണ്. ഫോഴ്സ് അർബേനിയ നമ്മുടെ ചാനലിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാഹനമാണ്. പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് ചോദിച്ചാൽ അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ വന്നിരിക്കുകയാണ്. അതായത് ഡീലക്സ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ വേർഷൻ വന്നു. ഏറ്റവും പുതിയ വേർഷൻ വന്നു എന്ന് മാത്രമല്ല, ഇനി മുതൽ നിങ്ങൾക്ക് അർബേനിയ വാങ്ങിക്കണമെങ്കിൽ ഈ ഒരു വേർഷൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു മോഡൽ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചത് മോശമല്ലല്ലോ. DX എന്ന് പറയുമ്പോൾ ഡീലക്സ് ആണ്. കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്. കൂടുതൽ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ നമ്മളെ ഞെട്ടിക്കുന്ന ചില ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഈ ഫോഴ്സ് മോട്ടോഴ്സിനെ പറ്റി പറയുമ്പോൾ ഒരിക്കലും അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് ഒന്നും എടുത്ത് കാര്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു കമ്പനി ആയിരുന്നില്ല ഫോഴ്സ് മോട്ടോഴ്സ്. എപ്പോഴും ഒരേ വാഹനങ്ങൾ, കാരണം ഇതിന് കോമ്പറ്റീറ്റർ ഇല്ലല്ലോ. കോമ്പറ്റീറ്റർ ഇല്ലാത്ത ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ്. ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള വാൻ സെഗ്മെൻറ്റിൻ്റെ 67% കൈയാളുന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ വാങ്ങിക്കുന്നുള്ളൊരു മൈൻഡായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. ഏറ്റവും പുതിയ അർബേനിയ വന്നപ്പോഴും ഏറ്റവും പുതിയ ഫോഴ്സ് ഗൂർഖ വന്നപ്പോഴും എല്ലാം തന്നെ നമ്മൾ ആ മാറ്റങ്ങൾ കണ്ടു. അങ്ങനെ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ച ഏറ്റവും പുതിയ ഫോഴ്സ് അർബേനിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും ബൈജു നായർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫോഴ്സ് അർബേനിയയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ട്രാവലറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് മോണോകോക്ക് ബോഡിയാണ് എന്നുള്ള കാര്യമാണ്. മോണോകോക്ക് ബോഡി എന്ന് പറഞ്ഞാൽ ഇതൊരൊറ്റ ഷെല്ലാണ്. പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ ബോഡി ഷെല്ലും എല്ലാം കൂടി ഒരു ഒറ്റ ഷെല്ലായിട്ട് നിർമ്മിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ ബോഡി റോള് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും എന്നുള്ളതാണ്. തന്നെയല്ല, കുറച്ചുകൂടി ഓടിക്കാൻ സുഖമുണ്ടാകും, ഇൻറ്റീരിയർ കംഫോർട്ട് ഉണ്ടാകും, അത്തരം പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അർബേനിയ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ വളരെ പെട്ടെന്ന് ഹിറ്റായത്. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞാലും അർബേനിയ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലും ഇപ്പോഴും തുടരുന്ന ട്രാവലർ എന്ന് പറയുന്ന മോഡൽ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. നമ്മുടെ ഏതൊരു കാര്യത്തിനും, ജീവിതത്തിലെ ഏതൊരു പ്രധാനപ്പെട്ട സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ആ ഒരു മോഡലാണ്. കാരണം അതിനെ വെല്ലാൻ മറ്റൊരു മോഡൽ ഇതുവരെ വന്നിട്ടില്ല. 1987 ട്രാവലർ നിർമ്മിക്കപ്പെട്ടത്. മെഴ്സഡസ് ബെൻസിൻ്റെ 209D ബ്രമ്മർ എന്ന് പറയുന്ന ഒരു മോഡലിൻ്റെ ആ മോഡൽ നിർത്തലാക്കിയപ്പോൾ ജർമ്മനിയിൽ നിന്ന് അതിൻ്റെ ടൈയും ടൂളും എല്ലാം കൂടി നേരെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിർമ്മിച്ച ഒരു മോഡലാണത്. അതിൻ്റെ എൻജിൻ ഇപ്പോഴും പഴയ എൻജിൻ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തന്നെയുമല്ല, അതിനൊരു പ്രീമിയംനെസ് കുറവായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് അർബേനിയ എത്രത്തോളം പ്രീമിയമാണെന്ന് നമുക്ക് മനസ്സിലാകുക. ഈ വാഹനം പൂർണ്ണമായും നിർമ്മിച്ച ഇന്ത്യയിലാണെങ്കിൽ പോലും ഇതിൻ്റെ ഡിസൈൻ എല്ലാം നിർവഹിച്ചത് ടെക്നോക്കാഡ് എന്ന് പറയുന്നൊരു കമ്പനിയാണ്. അതൊരു ഇറ്റാലിയൻ കമ്പനിയാണ്. ആ ഇറ്റാലിയൻ കമ്പനി തന്നെയാണ് ഇന്ത്യയിൽ വന്ന് നിർമ്മിക്കാൻ വേണ്ട അസംബ്ലി ലൈനും ഒക്കെ നിർമ്മിച്ചു കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വിദേശിയാണ് ഇദ്ദേഹം എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ വാഹനം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരാവുന്ന, വിദേശത്തൊക്കെ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പോയിട്ടുള്ളവർക്ക് പെട്ടെന്ന് ഓർമ്മ വരാവുന്നത് ഫോർഡിൻ്റെ ട്രാൻസിറ്റോ അല്ലെങ്കിൽ മെഴ്സഡസ് ബെൻസിൻ്റെ തന്നെ സ്പ്രിൻറ്റർ വാൻ, അത്തരം മോഡലുമായിട്ട് കുറേ ബന്ധമുണ്ട് ഇതിൻ്റെ ഡിസൈൻ. എങ്കിൽ പോലും കുറേയൊക്കെ വ്യത്യസ്തമായ ഡിസൈൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ അർബേനിയ ഓടി വരുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന ഒരു പ്രീമിയം വാൻ ഓടി വരുന്നല്ലോ എന്നുള്ള കാര്യമാണ്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനുമുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് വെളിയിൽ കൂടെ നടന്ന് കാണാം. കാരണം വെച്ചാൽ ഉൾഭാഗത്താണ് അധികവും മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. മുൻഭാഗത്ത് അങ്ങേയറ്റം ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് പറയേണ്ടത്. വളരെ പ്രൗഢമായ ഒരു ഡിസൈൻ. LED ഹെഡ് ലാമ്പ്, അത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും ഈ ഒരു ഫോഴ്സ് മോട്ടോഴ്സിന് അന്യമാണെങ്കിൽ അർബേനിയയിൽ അതെല്ലാം കൃത്യമായും കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ LED ഹെഡ് ലാമ്പ്, അതാണ് വളരെ വലിപ്പം കൂടിയ ഒരു കൺസോളിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നല്ലൊരു ഡേറ്റ റണ്ണിംഗ് ലാമ്പ്, അതാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇൻഡിക്കേറ്ററായിട്ട് കാണുന്നത്. വളരെ വിശാലമായ ഗ്രില്ല്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ലോഗോ ഒന്നും കാണാനില്ല. അർബേനിയ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് ആണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഏറ്റവും പുതിയ റെനോ ഡസ്റ്റർ വന്നപ്പോൾ റെനോയുടെ ബാഡ്ജിങ് ഒഴിവാക്കിയിട്ട് അതിന് ഡസ്റ്റർ എന്നുള്ള ബാഡ്ജിങ് മാത്രമാണ് മുൻഭാഗത്ത് കൊടുത്തത്. കാരണം ഈ ഒരു വാഹനം തന്നെ അതിൻ്റേതായ രീതിയിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണെന്ന് കമ്പനിക്കറിയാം. അതുകൊണ്ടാണ് അർബേനിയ എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ടും LED ഒരു ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ കൺസോളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കട്ടുകളും ക്രീസുകളൊക്കെ നല്ല രസകരമാണ്. തീർച്ചയായിട്ടും സ്പ്ലെൻഡറിനെയും ട്രാൻസിറ്റിനെയും ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ചൊക്കെ വ്യത്യസ്തമാക്കാൻ കമ്പനി ശ്രമിച്ചിട്ടുമുണ്ട്. ഇവിടെ ഒരു ഹണികോം ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മുൻഭാഗത്ത് വളരെ വിശാലമായ ഗ്ലാസ് ഏരിയയും അതോടൊപ്പം തന്നെ ഉയർന്ന AC-യുടെയും മറ്റും ഭാഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം മേൽഭാഗത്ത് റൂഫിൻ്റെ ഭാഗത്തും വളരെ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണ് ഈ വാഹനം ഏറ്റവും ഭംഗിയാകുന്നത്. കാരണം ഇതിൻ്റെ ഗ്ലാസ് ഏരിയ മുഴുവൻ ക്ലോസ്ഡ് ആണ്. അതുമൊക്കെ നമ്മൾ വിദേശത്ത് കാണുന്ന വാഹനങ്ങളാണ് ഓർപ്പിക്കുന്നത്. ഇവിടെ വലിയൊരു ക്ലാഡിംഗ് ആണ് കാണുന്നത്. ഇത് 2.6 ലിറ്റർ എഞ്ചിനാണ് ഇതിലുള്ളതെന്ന് സൂചിപ്പിക്കുന്നു. പക്ഷേ ഇതിന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അർബേനിയേക്കാളും ഏറ്റവും പുതിയ DX വന്നപ്പോൾ 17% എഞ്ചിൻ പവർ കൂടിയിട്ടുണ്ട്. അത് നമുക്ക് വഴിയേ പറയാം. എന്നാലും സൈഡ് പ്രൊഫൈലിലൊക്കെ ആണെങ്കിലും വളരെ വിശാലമായ സൈഡ് വ്യൂ മിറേഴ്സും അതുപോലെ തന്നെ അതിൽ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു.
കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാൻ ഇത്രയും പറ്റിയൊരു വാഹനമില്ല. കാരണം കണ്ടോ, വിശാലമായ ഗ്ലാസ് ഏരിയ. നിങ്ങൾക്ക് മൂന്നാറിലൂടെയും മറ്റും ഓടിച്ചു പോകുമ്പോഴത്തേക്കും എല്ലാം എന്താ പറയുക, തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് വിശാലമായ ഒരു പനോരമ ഒരു വ്യൂ കിട്ടും എന്ന രീതിയിലാണ് ഈ ഒരു ഗ്ലാസ് ഏരിയ കൊടുത്തിരിക്കുന്നത്. 16 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പുതുമയായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ അലോയ് വീലുകളാണ്. സിൽവർ ഫിനിഷുള്ള അലോയ് വീൽ വന്നിരിക്കുന്നു. പിന്നെ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ വീൽ ട്രാവൽ അത് മോശമല്ലാത്ത രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഏതൊരു ടെറൈനിലും സുഖമായിട്ട് നമുക്ക് ഫ്ലോട്ട് ചെയ്ത് പോകാവുന്ന അത്രയും വീൽ ട്രാവൽ വന്നിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഏറ്റവും പിന്നിലായിട്ട് ഈ ഒരു വേരിയൻറ്റിന് പിൻഭാഗത്ത് സീറ്റില്ല, എങ്കിൽ പോലും വിശാലമായ ഒരു ഗ്ലാസ് ഏരിയ അവിടെയും കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് എമർജൻസി എക്സിറ്റ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഇന്ത്യയിൽ മാൻഡേറ്ററി ആയിട്ട് വേണമെന്നുള്ളതുകൊണ്ട് തന്നെ എമർജൻസി എക്സിറ്റ് ഡോർ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ബോക്സി രൂപമാണ്. പിൻഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിലെ പല വാഹനങ്ങളുമായിട്ട് നമുക്ക് സാമ്യം തോന്നുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. ഈ ഒരു ബോക്സി രൂപമാണെങ്കിലും അത് കുറേയൊക്കെ ഭംഗിയായിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും പറയാം. മേൽഭാഗത്തൊരു സ്റ്റോപ്പ് ലാമ്പും അതുപോലെ എന്താ റിവേഴ്സ് ക്യാമറ നമുക്ക് അവിടെ കാണാം. പിന്നെ വളരെ വിശാലമായിട്ട് തുറക്കുന്ന ഡോറാണ്. ഡോർ ഓപ്പൺ എന്നൊക്കെ അകത്തുനിന്ന് പറഞ്ഞു കേട്ടോ, അതൊക്കെ വലിയ സംഭവമാണ്. ഇത്തരത്തിലുള്ള ഫോഴ്സിൻ്റെ പല വാഹനങ്ങളെയും നമ്മൾ നോക്കുമ്പോൾ ഇതാ ഇൻറ്റീരിയർ എന്ന് പറയുന്നതൊക്കെ പക്ക അങ്ങേയറ്റം നിലവാരം നമുക്ക് തോന്നുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തോന്നുന്ന രീതിയിൽ നിന്ന് മാത്രമല്ല കേട്ടോ, നല്ല നിലവാരമുണ്ട് എന്നാണ് പറയേണ്ടത്. താഴെ കാണുന്ന ഈ ഒരു പുതിയ വുഡ് ഫിനിഷ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഈ DXലേക്ക് വന്നപ്പോൾ വന്ന കാര്യങ്ങളാണ്. അതിനെപ്പറ്റി നമുക്ക് ഉൾഭാഗത്തിലെന്ന് പറയാം, അത് ഞാൻ വെളിയിൽ നിന്ന് പറയില്ല. അപ്പോൾ പിന്നിലും വലിയ ഒരു വിശാലമായ ഏരിയ ഉണ്ട്. ഇതാ ഇവിടെ CV ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയാണ് അർബേനിയയ്ക്ക്. അതൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഫോഴ്സ് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റുന്നത്. അർബേനിയ എന്നുള്ള ബാഡ്ജിങ് DX എന്ന പുതുതായിട്ട് വന്നിരിക്കുന്ന ബാഡ്ജിങ്ങും നമുക്ക് ഇവിടെ കാണാം. അത്ര വലിയ ബമ്പറൊന്നുമല്ല കൊടുത്തിരിക്കുന്നത്. ഇത്രയും വിശാലമായ വാഹനത്തിൽ വീണ്ടും വലിയ ബമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വൃത്തിയടക്കം ഒഴിവാക്കിയിട്ട് ചെറിയ ബമ്പർ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ടെയിൽ ലാമ്പും നല്ല ഭംഗിയുള്ള രീതിയിലാണ് ഈ ഒരു സൈഡിൽ നിന്നും വരുന്ന രീതിയിൽ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. LED ടെയിൽ ലാമ്പുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ എനിക്ക് വാങ്ങണമെന്ന് തോന്നാറുള്ള ഒരു വാഹനമാണ്. ഞാനിപ്പോൾ ഈ വാഹനം കണ്ടപ്പോഴേ ശ്യാമിനോട് പറയുമായിരുന്നു, എപ്പോഴും അർബേനിയ ഒരെണ്ണം വാങ്ങിച്ചാലോ എന്ന് തോന്നും. പക്ഷേ കാര്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് അത്ര വലിയ യാത്രകളൊന്നും ചെയ്യാനുള്ള അത്രയധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. എങ്കിൽ പോലും നമുക്ക് കൊതി തോന്നുന്ന ചില വാഹനങ്ങളിലൊന്നാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ. എനിക്കാണെങ്കിൽ ഈ ബസ്സുകളും അതുപോലെ വലിയ വാനുകളും വലിയ ഇഷ്ടമാണ്. കാരണം അവരുടെ ഡിസൈനും മറ്റേ ഞാനിപ്പോൾ വെളിയിലൊക്കെ യൂറോപ്പിലൊക്കെ പോലെ ഏറ്റവും ശ്രദ്ധിക്കുന്ന ബസ്സുകളാണ്. ബസ്സുകളും ട്രെയിനുകളും എത്ര ഭംഗിയുള്ള ബസ്സുകളൊക്കെയാണ് യൂറോപ്പിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് അതിനോടൊക്കെ കിടപിടിക്കുന്ന രീതിയിൽ അർബേനിയ ഡിസൈൻ ചെയ്തെടുക്കാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ അർബേനിയ കാണുന്നത്. കൂടുതൽ മനോഹരമായ മോഡലുകൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് കയറിയാണ്. അപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ആദ്യം കാണുന്ന സംഭവം തന്നെ ഞെട്ടിക്കും. നിങ്ങൾ ഇപ്പോൾ ഡിഫൻഡറോ അല്ലെങ്കിൽ റേഞ്ച് റോവർ സ്പോട്ടോ പോലുള്ള വാഹനങ്ങളിലേക്ക് കയറാൻ നേരത്തെ എന്താണ് സംഭവിക്കുക? നമ്മൾ ഡോർ തുറക്കുമ്പോൾ താഴെ ഒരു ഫുഡ് സ്റ്റെപ്പ് ഇലക്ട്രിക്കലി ഇങ്ങനെ നീങ്ങി വരും. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതൊരു ഗംഭീര സംഭവമാണ്. ഒരിക്കലും നമ്മൾ ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ വാഹനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത കാര്യം അത് സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മാറ്റങ്ങൾ മുൻഭാഗത്ത് തന്നെ നിന്ന് പറഞ്ഞ് തുടങ്ങാൻ തോന്നുന്നു. മുൻഭാഗത്ത് ഈ ഒരു ഡാഷ്ബോർഡ് ആയാലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരിക്കലും നമ്മളൊരു കാറിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രീമിയം SUV ഒന്നും ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി പ്രതീക്ഷിക്കരുത്. എങ്കിൽ പോലും മോശമല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇതിപ്പോൾ വെയിലടിച്ച് നിറം മാറുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടോ നമുക്ക് കുറേ കാലം ഉപയോഗിച്ചാലേ പറയാൻ പറ്റും. എങ്കിൽ പോലും കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള ഒരു കൺസോളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പുതുതായിട്ട് വന്നിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് 9 ഇഞ്ചിൻ്റെ സ്ക്രീനായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അതിൽ അർബേനിയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും കമ്പനി കൊടുത്താണെങ്കിൽ പോലും അത് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് അർബേനിയ എന്നുള്ള ഇതിലാണ്. അതുപോലെ ഡെസ്റ്റിനേഷനൊക്കെ സെറ്റ് ചെയ്യാം. അതായത് ഇതിൽ നാവിഗേഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ GPS അത് വന്നിട്ടുണ്ട്, പിന്നെ വെഹിക്കിൾ ഡീറ്റെയിൽസ്, പിന്നെ പാട്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അത്തരം കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഫോൺ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, AM FM അത്തരം കാര്യങ്ങൾ, ക്ലോക്ക് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. തന്നെയുമല്ല ഇതിലിപ്പോൾ ഒരു 9 സ്പീക്കർ മ്യൂസിക് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് പാട്ടും പാടി തുള്ളിയാണല്ലോ പോക്ക് ഈ ഒരു വാഹനത്തിലൊക്കെ. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള 9 സ്പീക്കർ മ്യൂസിക് സിസ്റ്റം വന്നിട്ടുണ്ട്. ഇത്രയുമാണ് ഇവിടെ നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ. മറ്റു കാര്യങ്ങളിലേക്ക് പോയാൽ നല്ലൊരു കപ്പ് ഹോൾഡർ ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ എയർ ബാഗുകൾ, മുൻഭാഗത്ത് 2 എയർ ബാഗുണ്ട്. അതിൻ്റെ ബാഡ്ജിങ് അവിടെ കാണാം. ഈവൻ പാസഞ്ചർക്ക് പോലും അവിടെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ മൊബൈൽ ഫോൺ വയ്ക്കാവുന്ന
ചെറിയൊരു പൊസിഷൻ അതും അവിടെ കാണാവുന്നതാണ്. പിന്നെ തരക്കേടില്ലാത്ത വലിപ്പമുള്ള ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ എഴുന്നേൽക്കുക തന്നെ ചെയ്യേണ്ടി വരും തോന്നുന്നു. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പോക്കറ്റുണ്ട്. ഇപ്പോൾ ഈ കോ പാസഞ്ചർക്ക് എന്തെങ്കിലും ചെറിയ ചില്ലറ പൈസ കിട്ടി വയ്ക്കാവുന്ന സ്ഥലം. ഇതാണ് ഞാൻ പറഞ്ഞ മൊബൈൽ വയ്ക്കാവുന്ന സ്ഥലവും ചാർജിങ് പോർട്ടും. പിന്നെ AC വെൻറ്റുകളൊക്കെ കാര്യമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുതുതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ആംറെസ്റ്റ് ഡ്രൈവർക്കും അതോടൊപ്പം തന്നെ കോ പാസഞ്ചർക്കും ആംറെസ്റ്റ് വന്നിരിക്കുന്നു. അതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഏത് ഹൈറ്റിലും വെച്ച് സുഖമായിട്ട് യാത്ര ചെയ്യാം. ഡ്രൈവർക്കാണെങ്കിലും വളരെ ദൂരമൊക്കെ ഓടിച്ചു പോകുന്ന വാഹനങ്ങളായതുകൊണ്ട് തന്നെ അതിനൊരു ആവശ്യമുണ്ട്. എനിക്കെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ഗിയർ ലിവറാണ്. നല്ല ഭംഗിയായിട്ട് ആ ഒരു കൺസോളിൽ തന്നെ നിൽക്കുന്നു. അത് ലെതർ റാപ്ഡായിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി ഏറ്റവും പുതിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മീറ്റർ കൺസോളിലെ പുതിയ TFT സ്ക്രീനാണ്. അതിന് നല്ല റെസൊല്യൂഷൻ ഉണ്ടെന്ന് മാത്രമല്ല ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ നടുവിൽ കാണുന്നത്. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്ക്രീനാണ്. ബാക്കി വലിയ വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും മോശമല്ലാത്ത രീതിയിൽ അതും ചെയ്തിരിക്കുന്നു. ഇതെല്ലാം നമ്മളെ ഓർപ്പിക്കുന്നത് ഫോഴ്സ് മോട്ടോഴ്സ് ആയതുകൊണ്ടാണ് നമുക്കൊരു അത്ഭുതം വരുന്നത്. കാരണം അവർ അത്തരം കാര്യങ്ങളൊന്നും അതിന് ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ എൻജിൻ കിൽ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ നേരത്തെ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞോളൂ. ഇതൊക്കെ നേരത്തെ മറ്റേ ഫോഴ്സ് ട്രാവലറിലാണെങ്കിൽ ഇതൊക്കെ താഴെ പോയി ഓഫ് ചെയ്യണമായിരുന്നെങ്കിൽ ഇതിപ്പോൾ വാഹനം ഓടാത്ത അവസ്ഥയിൽ നമുക്ക് എൻജിൻ ബാറ്ററി കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് അവിടെ കൊടുത്തിരിക്കുന്നു. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇവിടെ കാണാം. അതോടൊപ്പം തന്നെ ഡോർ ലോക്കിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ഹൈറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ മുന്നിലേക്കും പിന്നിലേക്കും അത്യാവശ്യം നല്ല രീതിയിൽ സീറ്റ് മാറ്റുകയും ആവാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് മുൻഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് പിൻഭാഗത്ത് നമുക്ക് പറയാം. അത് സീറ്റിൻ്റെ അപ്ഹോൾസ്റ്ററിയെ പറ്റി തന്നെയാണ്. ശ്യാമേ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ചാർജിങ് പോർട്ടുകൾ ഇവിടെ 12 വോൾട്ടും ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ചാർജിങ് പോർട്ടും കൊടുത്തിരിക്കുന്നു. AC-യുടെ സ്വിച്ചുകളൊക്കെ ഇവിടെ ഉണ്ട്. അത്യാവശ്യം നിലവാരമുള്ള സ്വിച്ചുകൾ തന്നെയാണ് പറയേണ്ടത്. അതുപോലെ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചും ലൈറ്റുകളുടെ സ്വിച്ചുകളൊക്കെ പലതൊക്കെ ആയിട്ട് ഇവിടെ കാണാം. പിന്നെന്തായിരുന്നു ഇക്കോ മോഡ്, പല മോഡുകൾ ഇക്കോ മോഡാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ആ സ്വിച്ച് അമർത്തിയാൽ മതി. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് നമുക്കിനി പിൻഭാഗത്തേക്ക് പോകാം. പിൻഭാഗത്തേക്ക് പോകുമ്പോൾ പ്രധാനമായും നമുക്ക് പുതുതായിട്ട് കാണാവുന്ന കാര്യങ്ങളിലൊന്ന് ഈ ഒരു വുഡ് ഫിനിഷുള്ള ഫ്ലോറാണ്. അത് നല്ലൊരു പ്രീമിയം ലുക്ക് തീർച്ചയായിട്ടും സമ്മാനിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ഗംഭീര സംഭവം എന്ന് പറയുന്നത് സീറ്റിൻ്റെ അപ്ഹോൾസ്റ്ററി പാടെ മാറി എന്നുള്ളതാണ്. വളരെ പ്രീമിയം എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ലെതററ്റ് അപ്ഹോൾസ്റ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റിൻ്റെ ആ ഒരു എന്താ പറയണ്ടേ കുഷനിങ്ങും അതോടൊപ്പം തന്നെ അതിൻ്റെ ഡിസൈനും അതിന് കൊടുത്തിരിക്കുന്ന കളേഴ്സും എല്ലാം തന്നെ അങ്ങേയറ്റം ഗംഭീരം എന്നാണ് പറയേണ്ടത്. 2 സീറ്റ് ഇവിടെയും 1 സീറ്റ് ഇവിടെയുമാണല്ലോ. ഇഷ്ടംപോലെ സ്ഥലവുമുണ്ട്. അപ്പോൾ സുഖമായിരിക്കാം. ഒന്നിരുന്ന് കാണിക്കാം അല്ലേ. ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് നമ്മളെ അങ്ങനെ വിഴുങ്ങുന്ന സീറ്റ് എന്നാണ് പറയേണ്ടത്. അതിൽ നല്ല ഗ്രിപ്പും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ അറിയാമല്ലോ, നമ്മൾ വളവുകളും തിരിഞ്ഞ് ഓടുന്ന വാഹനമായതുകൊണ്ട് അത്രയും ഗ്രിപ്പ് ആവശ്യമാണ്. അത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ ചുമ്മാ രസമുണ്ട്, അങ്ങനെ അടച്ചു വയ്ക്കാം. പിന്നെ എല്ലാ സീറ്റിൻ്റെ ബാക്കിലും നമുക്ക് ഇതിലേക്ക് ശ്യാമ ഇങ്ങോട്ട് അവിടെ കപ്പ് ഹോൾഡർ, 2 കപ്പ് ഹോൾഡർ അവിടെ കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഫോഴ്സ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഹാൻഡ് ഗ്രിപ്പ് കൊടുത്തിരിക്കുന്നു. അവിടേക്ക് പോകുമ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇലിമിനേറ്റഡ് ആയിട്ടുള്ള ചാർജിങ് പോയിന്റ് കൊടുത്തിരിക്കുന്നു. നമ്മളിപ്പോൾ രാത്രിയിലൊക്കെ കിടന്ന് ഉറങ്ങി കഴിയുമ്പോൾ ചാർജ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തപ്പിപ്പോകേണ്ട കാര്യമില്ല. ഇലിമിനേറ്ററാണ്. അത് C ടൈപ്പ് ഉണ്ട്, മറ്റേ ടൈപ്പ് ഉണ്ട്. അതായത് മറ്റേ പറയുന്നത് A ടൈപ്പ് അല്ലേ? എനിക്ക് എപ്പോഴും തെറ്റിപ്പോകും. അതാണെന്ന് തോന്നുന്നു A ടൈപ്പ്. എന്നാൽ പിന്നെ അത് ആരാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം അറിയാവുന്നവരെ. ആ ടൈപ്പും കൊടുത്തിട്ടുണ്ട്. ടൈപ്പും ഉണ്ട്. പിന്നെ അവിടെ ഈ 9 സ്പീക്കറുകളുണ്ട്. അവിടെയൊക്കെ ആയിട്ട് സ്പീക്കറുകളും നമുക്ക് കാണാം. പിന്നെ എല്ലാ സീറ്റിനും നല്ല ഗംഭീരമായ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതും നല്ല അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ചെരിഞ്ഞ് കിടന്ന ഇവിടം വരെ പിൻഭാഗത്തിരിക്കുന്ന വഴക്കുണ്ടാക്കുന്നില്ലെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ കിടന്ന് യാത്ര ചെയ്ത് പോകാവുന്ന അവസ്ഥയുണ്ട്. നല്ല രസമായിട്ടുണ്ട്. പിന്നെ പിൻഭാഗത്തേക്ക് വരുമ്പോഴാണെങ്കിലും ഇത്രയധികം സീറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും പിൻഭാഗത്തും ഇഷ്ടം പോലെ ലഗേജ് സ്പേസാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു USP ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇത്രയും പേര് ഇരിക്കുമ്പോൾ എത്രത്തോളം ലഗേജ് ഉണ്ടാകുമെന്ന് ഓർക്കുക. അത് ഫുൾ നമുക്ക് ഗംഭീരമായിട്ട് വയ്ക്കാം. തന്നെയല്ല അവരുടെ ചെറിയ ബാഗുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് സീറ്റിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്ത് അതും വയ്ക്കാം. പിന്നെ AC വെൻറ്റുകൾ എല്ലാ ഓരോരുത്തരുടെയും തലയ്ക്ക് മീതെ വെൻ്റാകാശം എന്ന് പറഞ്ഞ പോലെ കൃത്യമായി വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയൊക്കെ ലൈറ്റിൻ്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം LED ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും പിൻഭാഗത്ത് ഈ ഇരിക്കുന്ന ലഗേജിന് പോലും ഉണ്ട് AC വെൻറ്റ് എന്ന് പറയാവുന്ന അവസ്ഥയിൽ മേൽഭാഗത്തും കൊടുത്തിട്ടുണ്ട് AC വെൻറ്റുകൾ. ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് കൂടുതൽ സാധനങ്ങൾ വെക്കാൻ വേണ്ടി നല്ലൊരു റൂഫ് റാക്കിംഗ് കൊടുത്തിരിക്കുന്നു. നല്ല ബലമുള്ള റൂഫ് റാക്കാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും വളരെ കംഫർട്ടബിളായിട്ടുള്ള വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണിപ്പോൾ വന്നിരിക്കുന്നത്. ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നത് മാറ്റി ഏറ്റവും പുതിയ അർബേനി വന്നപ്പോൾ ഒരു കാര്യത്തിൽ ഒരു പിശുക്കും കാണിച്ചിട്ടില്ല. പക്ഷേ വില കൂട്ടി കേട്ടോ. വില 1.5 ലക്ഷത്തും അതിൻ്റെ അപ്പുറത്തേക്ക് കൂടി. എങ്കിൽ പോലും
വളരെ പോസിറ്റീവായ മാറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കത് അംഗീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിച്ച് ശ്യാം ക്യാമറ ഓഫ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. കഴിഞ്ഞിട്ടില്ല ശ്യാം, ഇനിയുണ്ട്. ഇനി സുരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ എല്ലാവർക്കും എയർ ബാഗ് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല, പക്ഷേ എല്ലാവർക്കും ഓരോ സീറ്റിനും സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു പിടിവിട്ട യാത്രയാണ്. എന്ന് വെച്ചാൽ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള വാഹനമാകുമ്പോൾ നമുക്കൊരു ഫ്രണ്ടൽ ക്രാഷൊക്കെ വന്നു കഴിഞ്ഞാൽ ബാക്കി ഇരിക്കുന്നത് നേരെ ഇടിച്ച് നേരെ ഒന്ന് ഗ്ലാസ്സും തുറന്ന് വെളിയിൽ പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുക എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റായിട്ട് ചെയ്യണം. നിങ്ങൾക്ക് വെളിയിലൊക്കെ യൂറോപ്പിലൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഓരോ സീറ്റിലും സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അവിടെ നിയമവിരുദ്ധമാണ്. നമ്മളും അങ്ങനെ ശീലിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ കാര്യത്തിൽ നമ്മളിത് കയറി ഇരിക്കുന്ന പരിപാടി ഇല്ലല്ലോ. നമ്മളിത് ഏറ്റവും ബാക്കിൽ നമ്മൾ ഈ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ കോട്ടയംകാരാണെങ്കിൽ നമ്മളിങ്ങനെ കുപ്പിയൊക്കെ നിരത്തി വെച്ച് ഇടയ്ക്ക് അടിക്കുക ബൈക്ക് എടുത്ത് ഡാൻസ് ചെയ്യുക, പാട്ട് ഒക്കെയാണല്ലോ. പക്ഷേ അതൊന്നും മറ്റ് വികസിത രാജ്യങ്ങളിൽ സമ്മതിക്കുന്ന കാര്യമല്ല. എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ല. ഞാനൊക്കെ ഈ യൂറോപ്പിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ഒന്ന് എഴുന്നേറ്റ് അപ്പം തന്നെ ഡ്രൈവർ റിയർവ്യൂ മിററിൽ കൂടെ നോക്കി ഇരിക്കുന്നു പറയും. അല്ലെങ്കിൽ ഫൈൻ അടിക്കുന്നത് ഡ്രൈവർക്കാണ്. അത്രയും സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങൾ നമ്മൾ കള്ളു കുടിക്കണ്ടെന്ന് പറയുന്നില്ല, അവർ ഇരുന്നെങ്കിലും അടിക്കുക. അതോടൊപ്പം തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് തുള്ളുന്ന ഒരു പരിപാടിയിലേക്കൊക്കെ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ കളർ ഉണ്ടല്ലോ, നല്ല ആഷും ബ്ലാക്കുമാണ്. ഇതിന് ചേരുന്ന രീതിയിലേക്ക് ഈ ഡോർ ട്രിമ്മ് മാറ്റിയിട്ടുണ്ട്. വളരെ ചെറിയ ലെതർ സംഭവമൊക്കെ ഇതിലേക്ക് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ബ്ലാക്ക് ഫിനിഷും വന്നിരിക്കുന്നു. അങ്ങനെ ഇവിടെ ഒരു മിക്സാണ് ഈ ഒരു രണ്ട് ഡോർ ട്രിമ്മും ഈ ഒരു സീറ്റിൻ്റെ കളറുമായിട്ട് ഒരു ഇക്വേഷൻ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും വീണ്ടും ഇത് പറയുമ്പോഴല്ല എനിക്കിത് വാങ്ങിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അതുപോലെ ഗ്ലാസ് ഏരിയ ഉണ്ട്, ഒരൊറ്റ ഗ്ലാസ്സാണ്. ഈ ഒരു നടുവുള്ള ഗ്ലാസ് ഒരൊറ്റ ഗ്ലാസ് ഏരിയയാണ്. അതും കൊള്ളാം. അതോടൊപ്പം തന്നെ ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ ഒരു ഭംഗിയും ഈ ഒരു കളർ സ്കീമും അതെല്ലാം തന്നെ ഗംഭീരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാം. ബോട്ടിൽ വയ്ക്കാം. ബോട്ടിൽ വെച്ചാൽ മറ്റേ ബോട്ടിലല്ല കേട്ടോ, ഇതിൻ്റെ ബാക്കിലുള്ള ബോട്ടിൽ ഹോൾഡറിൽ കുപ്പി വെള്ളം ഉദ്ദേശിച്ചത് അത് വയ്ക്കാം. ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഈ ഒരു റാക്ക് കൊടുത്തിരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും കംഫർട്ടബിളായ ഒരു ഗംഭീര വാഹനം. ഇത് പറയാൻ വിട്ടുപോയി, വെളിയിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ പോലും എമർജൻസി എക്സിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എമർജൻസി എക്സിറ്റ് തുറക്കാനുള്ള ഹാമർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഹാമർ എടുത്ത് ഈ ഗ്ലാസ്സിനിട്ട് അടിക്കുകയല്ല ചെയ്യേണ്ടത്. താഴെയായിട്ട് ഇവിടെ ഈ കാണുന്ന ഗ്ലാസ് പൊട്ടിക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തൊരു ലിവറുണ്ട്, അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നിലൂടെ ഇറങ്ങിപ്പോൾ. അല്ലാതെ ഈ ഗ്ലാസ് പൊട്ടിക്കാൻ ശ്രമിക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ വിശേഷങ്ങളായിട്ട് പറയാവുന്നത്. ഗംഭീരമായ മാറ്റങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ ഫോഴ്സ് മോട്ടോഴ്സിനെ അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ 17% ഇതിൻ്റെ പവർ കൂടിയിട്ടുണ്ട് എഞ്ചിൻ്റെ. ഇനി അതൊന്ന് ഓടിച്ച് നോക്കി നമുക്കൊന്ന് വിലയിരുത്താം. ഈ ട്രാവലറിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് വളരെ പണ്ട്, അതായത് 80കളിൽ മെർസിഡസ് ബെൻസ് കൊടുത്ത എൻജിനാണ്. അന്ന് ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ഒരു വാനിൻ്റെ ടൂളും ഡൈയും എല്ലാം വാങ്ങിച്ച് ഇന്ത്യയിലേക്ക് കയറ്റി വിടുമ്പോൾ എന്നാൽ ഒരു എൻജിനൂടെ വെച്ചോ എന്നും പറഞ്ഞ് 80കളിൽ കൊടുത്തതാണ്. ഇന്ന് വരെ ആ എൻജിൻ മാറ്റാതെ അതിന്മേൽ കളിച്ച് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും സമ്മതിക്കണം. അതൊരു ഇന്ത്യൻ ടെക്നോളജിയുടെ ഒരു വലിയ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അന്നത്തെ എഞ്ചിൻ എത്രത്തോളം എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് ആലോചിച്ചറിയില്ല, 80കളിലെ എഞ്ചിൻ ബെൻസ് ആണെങ്കിൽ പോലും. പക്ഷേ അതിനുശേഷം ഇപ്പോൾ അത് BS6 ആയി. ഇപ്പോൾ 134 VSP പവറിലേക്ക് മാറ്റി, റിഫൈൻഡ് ആക്കി, അങ്ങനെ മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു. OM616 എന്നാണ് ബെൻസിൻ്റെ ഈ എഞ്ചിൻ്റെ ഒരു പേരെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മോഡൽ നെയിം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തുടക്കത്തിൽ വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പഴയ ടെമ്പോ ട്രാക്സ് എന്ന് പറയുന്ന ആ ഒരു മോഡലിൽ വന്ന എഞ്ചിനാണ് 80s. അതിനുശേഷം 87ൽ ട്രാവലർ വന്നപ്പോൾ അതിലേക്കും ഈ എഞ്ചിൻ തന്നെ വന്നു. ഇപ്പോൾ അർബേനി വന്നപ്പോൾ ഈ എഞ്ചിൻ വന്നു. ഇനി ഇതിൻ്റെ മുകളിലേക്കൊരു ബസ് ഇവർ നിർമ്മിച്ചാലും ഈ എഞ്ചിൻ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗുവഹയിൽ കണ്ടത് ഈ എഞ്ചിൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു 2.6 ലിറ്റർ കോമൺ റെയിൽ ഡീസൽ എഞ്ചിൻ 113.4 BSP ആയിരുന്നെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് ഇപ്പോൾ അരങ്ങൊഴിഞ്ഞ് പോകുന്ന അർബേനിയെങ്കിൽ ഇപ്പോൾ 134 മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയൊരു ചാട്ടമാണ് ചാടിയിരിക്കുന്നത്. പഴയ മോഡലിന് 17.5 സെക്കൻഡ് ആയിരുന്നു 100 കിലോമീറ്റർ വേഗത എടുക്കാൻ വേണ്ടി വരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു 15 ആയി കാണാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത്രയൊക്കെ കാലം കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ റിഫൈൻഡ് ആക്കിയെങ്കിലും കുറച്ചൊരു വൈബ്രേഷനൊക്കെ ഉള്ള എഞ്ചിനാണ്. നമ്മൾ കാല് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ വണ്ടിക്ക് ഒരു ചെറിയ വിറയലൊക്കെ ഉണ്ട്. എങ്കിലും ട്രാവലറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതൊന്നും ഒരു സംഭവമേ അല്ല. പക്ഷെ വളരെ നല്ല ഡ്രൈവബിലിറ്റി ഉള്ള എഞ്ചിനാണ്. നമുക്കൊരു ചെറിയ
ഒരു SUV ഓടിച്ചുകൊണ്ട് പോകുന്ന പോലെ തന്നെ ഓടിച്ചു പോകും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ ഈ ഒരു വിൻഡോയുടെ വലിപ്പം എന്ന് പറയുന്നത്. കൈയൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സത്യം നല്ല രസം ഓടിച്ചു പോകാൻ. ഇതിങ്ങനെ ഓടിച്ച് പോകാൻ തോന്നുന്നു ദൂരേക്ക് എവിടെയെങ്കിലും, അത്രയും രസകരമായിട്ടുണ്ട്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രമേ ഇതിലുള്ളൂ. അതുപോലെ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണെങ്കിലും വളരെ സ്ലീക്കാണ് ഗിയർ ഷിഫ്റ്റ്. കണ്ടില്ല, നമ്മളിപ്പം വളരെ ചെറിയൊരു വാഹനം ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഷിഫ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പഴയ ട്രാവലറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ബ്രേക്കിങ്ങിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ അർബേനി വന്നപ്പോൾ അത്ര ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. പക്കയാണ് ബ്രേക്കിംഗ് ഒക്കെ. ബ്രേക്ക് ഡിസ്ക് ചൂടാകുന്ന പരിപാടികളും ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ട്രാവലറിനുണ്ടായിരുന്നെങ്കിൽ അതൊന്നും ഇല്ല. അതൊക്കെ അർബേനിയിൽ പഴങ്കഥയായി. പുതിയ ട്രാവലറിലും അതൊക്കെ പഴങ്കഥയായിട്ടുണ്ട് കേട്ടോ. പുതിയ ട്രാവലറിൽ അവർ കാര്യമായ മാറ്റങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അങ്ങേയറ്റം റിഫൈൻഡ് ആണ്. കൂടാതെ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ അലോയ് വീൽ നിങ്ങൾ കണ്ടു. അതോടൊപ്പം തന്നെ ഡ്രൈവർക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു. ഈ ആംബ്രസ്റ്റ് പോലുള്ള കാര്യങ്ങൾ, 9 ഇഞ്ചിൻ്റെ ഒരു വലിയ സ്ക്രീൻ വന്നു. പിന്നെ ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം ഉൾപ്പെടെയുള്ള ഒരു TFT സ്ക്രീൻ മുൻഭാഗത്ത് വന്നു. പിന്നെ പാസഞ്ചേഴ്സിൻ്റെ കംഫർട്ടാണെങ്കിലും വളരെയധികം വർദ്ധിച്ചു. ചെറിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ഇലുമിനേറ്റഡ് ഒരു ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ രാത്രിയിൽ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഗംഭീരമാണ്. അതുപോലെ ലൈറ്റിങ് നല്ലതാണ്. അത് രസമെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്വിച്ച് ഒന്ന് അമർത്തുമ്പോൾ ആദ്യം ബ്ലൂ ലൈറ്റാണ് വരിക, എന്നാൽ ഒന്നുകൂടെ അമർത്തുമ്പോൾ അത് വൈറ്റ് ആകും, ഈ റൂഫിലെ ലൈറ്റ്. അങ്ങനെയുള്ള രസമുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വിസിബിലിറ്റി ഉള്ള കാര്യങ്ങളും, അതായത് ഡ്രൈവറുടെ വിസിബിലിറ്റി മാത്രമല്ല ഞാൻ പറയുന്നത്, യാത്ര ചെയ്യുന്നവരുടെ ആണെങ്കിലും വിസിബിലിറ്റി എന്ന് പറയുന്നത് അപാരമാണ്. വെളിയിലേക്കുള്ള കാഴ്ചകൾ അത്രയും മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു 134 bhpയിലേക്ക് എൻജിൻ പവർ മാറിയപ്പോൾ തീർച്ചയായിട്ടും ഞാനിപ്പോൾ സെക്കൻഡിൽ അങ്ങനെ കാല് കൊടുത്ത് പോകുന്നു. 40 കിലോമീറ്റർ സ്പീഡ് എത്തിയപ്പോൾ ഞാൻ അത് തേർഡിലാക്കുന്നു, പിന്നീട് 4ത്തിലാക്കുന്നു, 49 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ 5th ആക്കുന്നു. അപ്പോഴേക്കും അങ്ങേറ്റം റിഫൈൻഡ് ആകുന്നു. ആ ഒരു പവർ കൂടിയത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ തൊട്ട് മുമ്പാണ്, ഈ ഒരു കുറച്ചു കാലം മുമ്പ് മാത്രമാണ് അർബേനിയുടെ ഏറ്റവും പുതിയ മോഡൽ വന്നപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. അന്നും പക്ഷേ പവർ തീരെ മോശം തോന്നിയില്ല. എങ്കിലും ഇപ്പോൾ ആ ഒരു പവറിൻ്റെ എന്തെങ്കിലും മോശം ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടെ ഇപ്പം മാറിയിട്ടുണ്ട്. അർബേനിയുടെ മൊത്തത്തിലുള്ള വീൽ ബേസ് നോക്കുകയാണെങ്കിൽ ട്രാവലറിനേക്കാളും 265 mm കൂടുതലുണ്ട്. അതോടൊപ്പം തന്നെ 200 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതാണല്ലോ ഇന്ത്യൻ റോഡുകൾക്ക് ഏറ്റവും ആവശ്യം. കൂടാതെ 4 വീലുകളിലും ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്, ഹിൽ ഹോൾഡ് കൺട്രോൾ ഉണ്ട്, പിന്നെ ABSഉം EBDയും ഉണ്ട്. ഇത് കൂടാതെ ഇതിന് കാഷ് ടെസ്റ്റിലും ഇദ്ദേഹം വേണ്ട പോയിൻറ്റ്സ് ഒക്കെ നേടിയിട്ടുണ്ട്. എത്രയാണ് പോയിൻറ്റ്സ് എന്ന് കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഈ വാഹനങ്ങൾ, ഇത്തരം വാഹനങ്ങളൊക്കെ വികസ്വര രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വാഹനങ്ങളായതുകൊണ്ട് അവിടെയെല്ലാം ഈ ഫ്രണ്ടൽ കാഷ് ടെസ്റ്റിൻ്റെ ഒക്കെ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ അവർ എക്സ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏഷ്യൻ കൺട്രീസിൽ എല്ലായിടത്തേക്കും ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും. എന്തായാലും ബെൻസിൻ്റെ സ്പ്രിൻറ്ററോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫിയറ്റിൻ്റെ മോഡലോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വില കുറച്ച് വിദേശത്ത് വിൽക്കാൻ സാധിക്കുന്നുള്ളതുകൊണ്ട് തന്നെ അർബേനിയ വിദേശത്തും ഒരു വലിയ ഹിറ്റാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സസ്പെൻഷൻ ആണെങ്കിലും കമ്പയർഡ് ടു ട്രാവലർ വളരെ ഗംഭീരമാണ്. മുന്നിലെ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനും പിൻഭാഗത്ത് പാരബോളിക് ലീഫ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. എങ്കിലും ബോഡി റോളൊക്കെ ഉണ്ട് കേട്ടോ. മോണോക്കോക്ക് ആണെങ്കിൽ ഇത്രയും നീളമുള്ളൊരു വാഹനമായതുകൊണ്ട് ബോഡി റോള് തീർച്ചയായിട്ടും ഉണ്ട്, എവിഡൻ്റാണ്. പക്ഷേ ഇത്രയും നിറച്ച ആളുകളൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് കുറയുമായിരിക്കും. ഇപ്പോൾ നമ്മൾ കാലിയായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിലും എല്ലാം വളരെ മുന്നിലാണ് എന്നാണ് പറയേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം വന്നിരിക്കുന്നത്, അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യമാണ്. ഇപ്പം ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ ഒന്നുകൂടെ നന്നാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി മികച്ച റിവേഴ്സ് ക്യാമറ ഉണ്ട്. അത് നമുക്കൊന്ന് റിവേഴ്സ് ക്യാമറ ഇട്ട് നോക്കാം. ഇതിപ്പം മൊത്തത്തിൽ ഈ മഴ പെയ്ത് മൂടിയിരിക്കുന്നതാണ്. എങ്കിലും പഴയതിനേക്കാളും കുറച്ചുകൂടി മികച്ച റിവേഴ്സ് ക്യാമറയും പാർക്കിംഗ് സെൻസേഴ്സും ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനെ കുറ്റമൊന്നും പറയാനില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റിയെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൂടി വരികയാണെങ്കിൽ ബെൻസിൻ്റെ സ്പ്ലെൻഡറും ഒക്കെ ആയിട്ട് കിടപിടിക്കുന്ന രീതിയിലേക്ക് നമുക്ക് നമ്മുടെ സ്വന്തം വാഹനത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും, നമ്മുടെ സ്വന്തം ഇന്ത്യൻ വാഹനത്തെ. വീണ്ടും ഞാൻ പറയുന്നത് വാങ്ങിക്കാൻ തോന്നുന്ന ഒരു വാഹനം എന്ന് തന്നെയാണ്. വാങ്ങിച്ച് വീട്ടിലിടുകയും സീറ്റിൻ്റെ കോൺഫിഗറേഷനൊക്കെ ഒന്ന് മാറ്റി ഇൻറ്റീരിയറൊക്കെ കുറേ കൂടെ സ്റ്റൈലൊക്കെ ആക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു SUVയുടെ അതേ ഗുണം ചെയ്യും. എന്നാൽ നമുക്ക് ദീർഘദൂരം ഫാമിലിയായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വാഹനമായിട്ട്, ഒരു ക്യാരവനായിട്ട് മാറുകയും ചെയ്യും ഏറ്റവും പുതിയ അർബേനിയ DX. എല്ലാ മാറ്റങ്ങൾക്കും വലിയ വില കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും അർബേനിയയുടെ കാര്യത്തിലും വില കൊടുക്കേണ്ടി വരും. 1.5 ലക്ഷം രൂപയോളം വർദ്ധിച്ചിട്ടുണ്ട് ഇത്തരം മാറ്റങ്ങൾ വന്നപ്പോൾ. അത് നമുക്ക് മോശം പറയാൻ പറ്റില്ല. കാരണം ഈ സീറ്റിൻ്റെയൊക്കെ ക്വാളിറ്റിയാണെന്ന് നമുക്കറിയാം. തീർച്ചയായിട്ടും നല്ലപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്ന കാര്യം. പിന്നെ എഞ്ചിനിൽ കാര്യമായി പണിതിട്ടുണ്ടല്ലോ. 115 bhp എഞ്ചിൻ എന്ന് പറയുന്നത് 135 ആക്കിയെന്ന് പറഞ്ഞാൽ കാര്യമായി പണിയണം. കാര്യം പണ്ട് കൊടുത്തൊരു എഞ്ചിനാണെങ്കിൽ പോലും അതിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്തി ഒരു ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അത്തരം മാറ്റങ്ങളെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം കിട്ടാൻ പോകുന്നത് ഓൺ റോഡ് 35,17,000 രൂപയ്ക്കാണ്.
2 കളേഴ്സേ ഉള്ളൂ, വൈറ്റും നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആഷ് നിറവും. ഈ 2 നിറങ്ങളാണിത് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും മനസ്സിന് സന്തോഷം തരുന്നൊരു വാഹനമെന്ന് തീർച്ചയായിട്ടും പറയാം. ഞാൻ പറഞ്ഞല്ലോ, വാങ്ങിക്കണം തോന്നുന്നൊരു വാഹനമാണ്. നല്ലൊരു SUV ഓടിച്ചുകൊണ്ട് നടക്കുന്ന പോലെ ഓടിച്ചുകൊണ്ട് നടക്കാം. ഇന്നോവ ഓടിക്കുന്നവരൊക്കെയാണ് ഒരല്പം കൂടെ വീതിയുണ്ട്, ഇതിനൊന്ന് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. നമുക്ക് വളരെ ഈസി ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന വാഹനമാണ്. അപ്പം മുന്നോട്ട് പോകുന്തോറും ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൂടി വരട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനും അഭ്യർത്ഥിക്കാനും ഉള്ളത് ഫോഴ്സ് മോട്ടോഴ്സിനോട്. തീർച്ചയായിട്ടും ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മാറ്റവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ആ ഒരു മാറ്റം വളരെ സന്തോഷകരമായ മാറ്റമാണ്. ടാറ്റ മോട്ടോഴ്സും അതുപോലെ മഹീന്ദ്രയൊക്കെ പോലെ തന്നെ ആ ഒരു പഴയ സ്റ്റൈലിൽ നിന്ന് കാര്യമായ മാറ്റമാണ് ഇപ്പോൾ ഫോഴ്സ് മോട്ടോഴ്സിന് അർബേനിയയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി അത് ഫോഴ്സ് ഗൂർഖയിലും ആ മാറ്റം വരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നല്ല വെയിലായതുകൊണ്ടാണ് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് സൈൻ ഓഫ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.